ഉണ്ട്. നല്ല വൈബിൽ ഒരു എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ടായി. വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നലെ ഇപ്പോഴാണ് നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്നത്. അപ്പം നമ്മളിപ്പോൾ രാവിലെ ആണെങ്കിൽ ഇന്നലെ നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ എണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്ന് പല്ലൊക്കെ ഒന്ന് തേച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഉച്ചയ്ക്ക് 6:30 ആകുമ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വെക്കുന്നത്. പക്ഷേ അധികം വെളിച്ചം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. നമ്മൾക്ക് ലൈറ്റ് ഉണ്ട്. ഈ വണ്ടികളൊക്കെ ഇപ്പോൾ നല്ല അധികം ഓടുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ടേ അതാണ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണത്. കുറച്ചും കൂടി വെളിച്ചം കാര്യങ്ങൾ വന്നിട്ട് പോകണമെന്ന് കുഴപ്പമില്ല. നമ്മൾ അതാണ് കുറച്ചവിടെ നിൽക്കണത്. പിന്നെ കുറച്ച് വെച്ചാൽ നമ്മളങ്ങനെ റൈഡ് ഇറങ്ങിയാണ്. നമുക്കിനി 62 കിലോമീറ്ററാണ് നമുക്ക് കാസർഗോഡ്ക്കുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മളെ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മളെ കാസർഗോഡ്ക്ക് ഈ രാവിലെ ചവിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഹൈവേ കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ ദൂരം തന്നെ അവിടെ ചവിട്ടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഹൈവേ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ അത്യാവശ്യം ദൂരം ചവിട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹൈവേ കയറാൻ പറ്റാത്തത്. അവിടെ നിന്ന് പിന്നെ പോക്കറ്റ് റോഡിലൊക്കെ പോകേണ്ടി വരും. നമുക്ക് മേലുണ്ട് പോക്കറ്റ് റോഡ്. ഇപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ പയ്യന്നൂർ എത്തിക്കുകയാണ്. പയ്യന്നൂർ ടൗണാണ് തോന്നുന്നത് വരുന്നത്. അപ്പോൾ നമുക്ക് കടി ഞാൻ തിന്നണം നോക്കട്ടെ. കുറച്ചേരം കൂടി ചവിട്ടിയിട്ട് നമുക്കിനി ഏതെങ്കിലും ഹോട്ടലിൻ്റെ കടി. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ പോക്കറ്റ് റോഡ് നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. നേരത്തെ അപ്പുറത്തെ ഹൈവേ കൊണ്ട് നമ്മളങ്ങോട്ട് കയറുന്നില്ല. അവിടെ നല്ല വലിയ വലിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പോക്കറ്റ് റോഡ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചവിട്ടാൻ തുടങ്ങിയിട്ട് 8 മണി ആയിട്ടുണ്ട്. നമുക്കിനി കടി തിന്നണം. ഇവിടെയാണെങ്കിൽ നമ്മൾ പോക്കറ്റ് റോഡിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കടി തിന്നാൻ കടകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വെച്ചാൽ ഇനി നമുക്ക് കാസർഗോഡ്ക്ക് 50 കിലോമീറ്ററാണ് നമുക്കിനി ഉള്ളത്. നമ്മളിവിടെ ഹോട്ടൽ കാര്യങ്ങൾ ഹൈവേ കയറിയും കൊണ്ട് ഇവിടെയുള്ള ഹോട്ടൽ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ഹോട്ടൽ കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നിന്ന് തിന്നിട്ട് നമുക്ക് വല്ലാതെ അപ്പം വെച്ചാൽ ഇനി നമുക്ക് 45 കിലോമീറ്ററാണ് നമുക്കിനി കാസർഗോഡ്ക്കുള്ളത്. അപ്പം നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നങ്ങനെ നമ്മൾ പോവുകയാണ്. വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കടിയുന്ന പുട്ടും കടലക്കറിയാണല്ലേ, പൊറോട്ട അല്ല. ഇതിന് പുട്ടും കടലക്കറി നമുക്ക് കഴിച്ചിട്ട് മെല്ലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ ഹൈവേ കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഹൈവേൻ്റെ പണി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ഈ നെൽപ്പാടത്തിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വാട്സപ്പ് ഉണ്ട്. എന്താ പേര് നിങ്ങളെ? എങ്ങനെ? ചെറുപ്പത്തൂർ. നമ്മളിപ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സൈഡൊക്കെ നോക്കുക, ഫുള്ള് മണ്ണിടിക്കുന്ന സ്ഥലമാണ് വരുന്നത്. ഉണ്ടോ? ഫുള്ള് മണ്ണിടിയുണ്ട് എല്ലാ ഭാഗത്തായിട്ട്.
നല്ല മണ്ണിടുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഏതൊരു പാലത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ട്രെയിന് ഇനി ഇവിടുന്ന് ഇവിടെ ഇത് ബീച്ചുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് കറക്റ്റ് ടൗണിക്ക് പോകണമെന്നില്ല, നല്ല ലോങ്ങാണ്. അതുകൊണ്ട് നമ്മൾ ജില്ലകൾക്ക് കയറിയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ കാസർഗോഡത്തെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ല, പ്ലേസുകൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോയിട്ട് പോണ്. ഓരോ ജില്ല കയറിയതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ബീച്ച് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബീച്ചിക്ക് പോവാം. ഇപ്പോൾ വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഇവിടെ പാലത്തിൻ്റെ അവിടെ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മെയിൻ ടൗണിക്ക് നമ്മൾ പോകണില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് കുറേ ദൂരമുണ്ട്, ലോങ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ ആയിട്ട് വലിയ പറമ്പ ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചിൽ നമ്മൾ പോകണം. നമ്മൾ പോണ കണ്ണൂർ റൂട്ടിൽ തന്നെയാണ് ആ ബീച്ച് വരുന്നത്. 14 കിലോമീറ്ററിൻ്റെ ബീച്ചിക്കുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബീച്ചിൽ പോവാം. നമ്മളെന്തായാലും ഓരോ ജില്ലയ്ക്ക് കയറിയിട്ടാണല്ലോ പോണത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ മെയിന് ആ കാസർഗോഡ് ആ പോയിന്റിൽ തന്നെ നമ്മൾ പോകണമെന്നൊന്നുമില്ല. നമുക്ക് ആ പോയിന്റ് എത്തിയാൽ മതി, ഏതെങ്കിലും ആ ജില്ലയ്ക്ക് കയറിയാൽ മതി. അപ്പം അങ്ങനെയാണ് നമ്മൾ നിൽക്കണത്. ഇവിടെ ഒരു പാലെത്തിക്കണേ. ഇവിടെയാണ് നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെയാണ് ഈ ഭാഗത്തൊരു ഇത് ഉണ്ട്. അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് തോണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മീനുണ്ട് ഈ കുളത്തിൽ. അപ്പോൾ വെച്ചാൽ നമുക്കിനി വലിയ പറമ്പ ബീച്ചിക്ക് നമുക്കിനി 8.3 കിലോമീറ്ററാണ് നമുക്കില്ലേ. പിന്നെ നമുക്കെന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളും തെങ്ങുന്തോപ്പാണ് ഈ ഭാഗത്ത് ഫുള്ളുള്ളത്. പിന്നെ അവിടെയൊക്കെ ആലപ്പുഴ പോലെയൊക്കെ ഫുള്ളും ഇങ്ങനെ വെള്ളം ഉള്ള ഒരു സ്ഥലമാണ്. കായൽ പോലത്തെ ഒരു ഏരിയ ആണ് ഈ ഭാഗമൊക്കെ ഫുള്ള് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോയേക്കാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ആ ബീച്ചിൽ പോകുന്നിടത്തേനായിട്ട് അവിടെ കായലിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ എത്തിയുള്ളത്. ഈ പാലത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കായലല്ലേ? ബീച്ച് അപ്പുറത്താ. ആ, അപ്പോൾ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പറിൻ്റെ നിങ്ങളെന്താ ഹോട്ടലാ? ആ, മൂപ്പറിൻ്റെ റെസ്റ്റോറൻറ്റ് എങ്ങനെ? ആ നോക്കട്ടെ. ആ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പർക്ക് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മൂപ്പറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇന്ന് ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പോൾ മൂപ്പര് വിളിച്ചിക്കണം അങ്ങോട്ടൊന്ന് നമുക്ക് പോയേക്കാം. ഇവിടെ കായലിൻ്റെ സൈഡിൽ തന്നെയാണ് ഇന്ന് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഉണ്ടോ? അപ്പോൾ വെച്ചാൽ ഇപ്പം നമ്മൾ ബീച്ച് സൈഡ് നമ്മൾ എത്തിക്കുകയാണ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം അപ്പുറത്തെ ഭാഗത്ത് കായലിൻ്റെ ഭാഗത്തായി നമ്മൾ പോകേണ്ടത്. മൂപ്പൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. ബോട്ട് മീൻപിടുത്ത കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ചെരുപ്പുകൾ കൂട്ടിയിട്ടാണ് തോനെ. ഇതാട്ടെ മൂപ്പൻ്റെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ വരണത്. ഇത് നിങ്ങൾ തന്നെയല്ലേ? ഇതിപ്പോ നിങ്ങളല്ലേ ഓണർ? നിങ്ങൾ മൂന്നുപേരാ? മൂപ്പരനല്ലേ? അപ്പോൾ ഓണർ മൂപ്പരാണ്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കബീറാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാവരും പ്രവാസികളാണ്. ഒരു പ്രവാസി കൂട്ടായ്മ ചെയ്യുന്ന പരിപാടി. അതൊന്ന് കാണിച്ചു കൊടുക്കും. ആ, നല്ല വൈബ് സ്ഥലട്ടെ. ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ് വരുന്നത്. നൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും. ഇവിടെ ബൾബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല വൈബിൽ വരും. എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൽ എത്തിക്കുകയാണ്. ഇതാ തോന്നണേ വലിയ പറമ്പ ബീച്ച് വരണത്. ഇതാണ് തോന്നണേ. നമ്മൾ അപ്പുറത്തേക്ക് പോകണമെന്നാണ് വെക്കണത്. അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ പോകില്ല, ചിലപ്പോൾ ഇതന്നെ നമ്മൾ കാണിക്കില്ല. എന്തായാലും ഇതും ബീച്ചാണല്ലോ. നല്ല വൈബിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇതുണ്ടോ, ഊനാല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ടീ പാർക്ക് പറഞ്ഞിട്ടാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. നല്ല വൈബ് സ്ഥലമാണ് ഇവരുടെ. ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തില്ലത് ആണോ. നമുക്കെന്തായാലും കുറച്ച് ഇങ്ങോട്ട് വരാം. ആ ഭാഗത്തൊക്കെ ആയിട്ടാണെങ്കിൽ അവിടെ മീൻ പിടുത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ണൂർ ബീച്ച് പോയതിനെക്കാട്ടിയോ വെയിൽ കാര്യങ്ങൾ കുറവാണ്. നമ്മൾ ഇന്നലെ കണ്ണൂർ പോയിട്ടൊക്കെ വെയിലത്ത് കൂടിയിരിക്കുന്നു. ഇന്നലെ 1 മണിന് ശേഷമാണ് നമ്മൾ ബീച്ചിൽ കാര്യങ്ങൾ പോയത്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ വെയിൽ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. ഷൂക്ക് വെള്ളമാക്കണ്ട, ഈ സൈക്കിൾ ചവിട്ടിയാലും. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിന് വീഡിയോ കാര്യങ്ങളെടുത്ത് അപ്പോൾ അത് ഉദ്ഘാടനം വരുന്നത് 3 മണിക്കാണ് ഉദ്ഘാടനം വരുന്നത്. നല്ലൊരു വൈബ് സ്ഥലമായിട്ട് ഇവിടെ. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നും നമ്മൾ നാരങ്ങ സോഡ ജീരക സോഡ അവർ നമ്മൾ വാങ്ങി തന്നെ. ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് നമ്മൾ അതിന് തൊട്ടപ്പുറത്തുള്ള കടയിൽ തന്നെയാണ് നമുക്ക് ജീരക സോഡ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി തന്നെ. അത് കുടിച്ച് ഇനിയിപ്പോൾ നമ്മൾ ബീച്ചിക്ക് ഇനി 6 കിലോമീറ്ററും കൂടിയുണ്ട്. ബീച്ചിൽ പോയിട്ട് നേരെ നമുക്ക് അങ്ങനെ പയ്യന്നൂർ വഴി കണ്ണൂർ റൂട്ട് പിടിക്കാം. പക്ഷേ നമ്മളങ്ങനെ വലിയ പറമ്പ് ബീച്ചിൽ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് കുറച്ച് പോയി വഴി തെറ്റിയിട്ട് അപ്പോൾ ഇത് തന്നെയാണ് ബീച്ച് വരുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളെടുക്കാം. അപ്പോൾ ഇതാട്ടെ ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വലിയ പറമ്പ് പാലത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ടൊരു ആലപ്പുഴ ഫീലാണ്. ആലപ്പുഴ പോയിട്ടില്ല, എന്നാലും അവിടുത്തെ മൊബൈലൊക്കെ കണ്ടില്ലേ, ഫോട്ടോ കണ്ട പോലെയൊക്കെ. ഒരു കായലിൻ്റെ ഏരിയയാണ് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ, അവിടെയൊക്കെ ഒരു മീനുകൾ പോകണുണ്ടോ, അവിടെ പോകുന്നുണ്ട്. പോന്നെ ഒരു കിട്ടിയ സ്ഥലം കേട്ടോ ഈ ഭാഗം. അല്ല നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്, അവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ബോട്ടിങ് കാര്യങ്ങളൊക്കെ. ബോട്ടിങ് ആ ഭാഗത്ത് ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പയ്യന്നൂർക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൽ നിന്ന് നേരെ ഹൈവേ പിടിച്ചിട്ട് ഇന്നലെ നിന്ന് പെട്രോൾ പമ്പിൽ നമ്മൾ ചിലപ്പോൾ ടെൻ്റ് അടിക്കും, നമുക്ക് ടൈമില്ലെങ്കിൽ. ടെൻ്റ് അടിച്ചിട്ട് നമ്മളങ്ങനെ നാളെ രാവിലെ നേരത്തെ അടിച്ചിട്ട് നമ്മൾ കണ്ണൂർക്ക് പോകും. കണ്ണൂരിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ കണ്ണൂർ ടെൻ്റ് അടിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട് പോയിട്ട് അവിടെ എവിടെയും ടെൻ്റ് കാര്യങ്ങൾ അടിക്കും. അപ്പം അങ്ങനെയാണ് നമ്മളെ പ്ലാന് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വെച്ചാൽ പയ്യന്നൂർ റോട്ടിൽ പോകണ അവിടെ തന്നെ ആയിട്ട് ഇവിടെ ഒരു കായലിൻ്റെ ഭാഗമുണ്ട്. സെൻട്രൽ റോഡിക്ക് 2 സൈഡ് കായലായിട്ട് ഇപ്പോൾ ഉണ്ട്. അവിടെ ഹൗസ് ബോട്ട് ഉണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ട്, ഒറ്റൊന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ഭാഗത്തായിട്ട് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കഴിച്ചത് തന്നെ ഏകദേശം 3 മണി 3:30ക്കാണ് നമ്മളിന്ന് ചോറുന്നത്. നമ്മളതുവരെ സൈക്കിൾ ചവിട്ട് തന്നെയായിരുന്നു. നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്ത പെട്രോൾ പമ്പിക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടായിരുന്നു. എത്തിരി കുറച്ച് റെസ്റ്റ് എടുക്കുക വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ
മച്ചാർ നമ്മൾ ഓൾ കേരള റൈഡ് അങ്ങനെ നമ്മൾ 3 ജില്ല നമ്മളങ്ങനെ സൈക്കിളിൽ ഓടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് വയനാട്, ഒന്ന് കണ്ണൂർ, ഒന്ന് കാസർഗോഡ്. ഇപ്പോൾ കാസർഗോഡ് നമ്മൾ ഇവിടെ പ്ലാത്തറ നമ്മളെ പെട്രോൾ പമ്പിക്ക് നമ്മൾ പോയിക്കൊണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നലെ നിന്ന് അതേ പെട്രോൾ പമ്പിക്ക് തന്നെ തിരിച്ച് നമ്മൾ വന്നിക്കാണ്. ഇവിടെ നമ്മളൊന്ന് സ്റ്റേ അടിക്കില്ല. നമ്മൾ കണ്ണൂർ പോകാൻ, കണ്ണൂർ ഇവിടെ പെട്രോൾ പമ്പിൽ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാനാണ്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് കണ്ണൂർക്ക്. നോക്കാം, ചാർജൊക്കെ അടിച്ചിരിക്കാം മൊബൈൽ. ഇതുവരെ ഇപ്പോൾ കണ്ണൂർക്കിന് 18 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടെ ചായ പിടിച്ചിട്ട് നമുക്കിനി മെല്ലെ പോവാം. ഇപ്പോൾ ചേരാ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറഞ്ഞില്ല സ്ഥലം ഞാൻ കാണിച്ചുതരാം. നമ്മൾ കുറേ സ്ഥലത്ത് ചോദിച്ച് ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ഇരുട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷെഡിൽ ഇവിടെ അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥലം നമുക്ക് മതി. ഇവിടെ ക്യാമറ ഉണ്ടോ ചോദിച്ചാൽ ക്യാമറ ഇവിടെ അല്ല. നമുക്കെന്തായാലും ഇവിടെ ഇനി ടെൻ്റ് അടിക്കാം. വലിയ സീനൊന്നുമില്ല. ഇവിടെ പിന്നെ മതിൽ കാര്യങ്ങൾ കെട്ടിക്കൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇനി ടെൻ്റ് അടിച്ചിട്ട് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ടെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നമ്മൾ ടെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ രാവിലെ കാണാം.